ഹയോൾ നമ്മൾ ഒരു ലെക്ചറും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം ആണ്. ഇതിന് 3 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 7 മാർക്ക് ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഒരു 10 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് ഈ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോമിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ആദ്യം ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: റൂട്ട് ഓഫ് 2π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇത് തന്നെ സൈൻ ആവുമ്പോൾ ഇവിടെ കോസ് മാറി സൈൻ ആവും. അപ്പൊ എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നൊട്ടേഷൻ. എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ കൊസൈൻ ട്രാൻസ്ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ ആദ്യം എഴുതി. എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഈ ഇക്വേഷൻ ആണ് ആദ്യം എഴുതി. അതിൽ ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി തന്നെയാണ് ലിമിറ്റ് വരിക. എഫ് ഓഫ് എക്സിന് സ്ഥാനത്ത് ഇ റൈസ് ടു മൈനസ് എക്സ് കൊടുത്തു. ഇത് രണ്ടും ചെയ്താൽ തന്നെ യു വിൽ ഗെറ്റ് 3 മാർക്സ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ആണ്. ഇവിടെ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്ക് സ്ഥാനത്ത് മൈനസ് എക്സ്, ബിക്ക് സ്ഥാനത്ത് ഒമേഗ. ഓക്കെ, അതായത് ഇവിടെ എക്ക് സ്ഥാനത്ത് മൈനസ് 1 ആണ്, എക്ക് സ്ഥാനത്ത് വരിക -1 ആണ്, ബിക്ക് സ്ഥാനത്ത് വരിക ഒമേഗയാണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു -1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് plus omega into sin omega x. അത് e raised to ax by a square plus b square into a cos bx plus b sin bx. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇവിടെ എക്ക് സ്ഥാനത്ത് -1 കൊടുക്കുക, ബിക്ക് സ്ഥാനത്ത് ഒമേഗ കൊടുക്കുക. ഓക്കെ, ഇവിടെ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ആണ്. നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു. അപ്പൊ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് ഇൻഫിനിറ്റി പ്ലസ് ഒമേഗ സൈൻ ഇൻഫിനിറ്റി മൈനസ് എക്സിന് സ്ഥാനത്ത് 0 കൊടുത്തു. അപ്പൊ ഇ റൈസ് ടു 0 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു -1 into cos 0 plus omega into sin 0. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ 0 ഇൻറ്റു എന്ത് ചെയ്താലും കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. അപ്പൊ അപ്പർ ലിമിറ്റിന്റെ പാർട്ട് കംപ്ലീറ്റ്ലി 0 ആണ്. പിന്നെ ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ആവും. പിന്നെ സൈൻ 0ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇവിടെ ബാക്കി ഉണ്ടാവുക മൈനസ് കോസ് 0 ആണ്. മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ -1. കോസ് 0ന്റെ വാല്യൂ 1 ആണ്. സോ വി വിൽ ഗെറ്റ് -1/1 plus omega into minus cos 0. So cos 0 1 ആണ്. സോ ഈ മൈനസ് കൂടെ പ്ലസ് ആവും. സോ 1/1 plus omega സ്ക്വയറിന് ആൻസർ കിട്ടും. ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യനേ ഉള്ളൂ. കാരണം ഈ ഇന്റഗ്രേഷൻ വളരെ ഈസി ആയതുകൊണ്ടാണ് ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയത്. ഈ ഇക്വേഷൻ പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇതേ ചോദ്യം തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇവിടെ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ആവും. അപ്പൊ കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ് ആവും. അപ്പോൾ അവിടെ നമ്മൾ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇ റൈസ് ടു എക്സിന്റെ കേസിൽ ഓഡ് ഫംഗ്ഷനോ ഈവൻ ഫംഗ്ഷനോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഇ റൈസ് ടു എക്സ് ഓഡോ ഈവണോ ഒന്നും അല്ല. അപ്പൊ നമ്മൾ അതിനെ രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഒന്നില് ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സിന്റെ ഇക്വേഷനും മറ്റേതിൽ ഇ റൈസ് ടു എക്സ് സൈൻ ബി എക്സ് ഡി എക്സിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് രണ്ട് ഇന്റഗ്രലായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അത് 7 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് മാറും. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ സൈൻ ട്രാൻസ്ഫോമിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഫൈൻഡ് ദി ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ 0 എക്സ് ഗ്രേറ്റർ ദാൻ എ. അപ്പൊ ആദ്യം നമ്മൾ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ വേണ്ടി റൂട്ട് ഓഫ് 2/π 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഈ ഇക്വേഷൻ എഴുതി. ഇതിന് ശേഷം എഫ് ഓഫ് എക്സിന് സ്ഥാനത്ത് കെ കൊടുക്കാം. കെ പിന്നെ ലിമിറ്റ് കെയുടെ വാല്യൂ 0 ടു എ ആണ്. അപ്പൊ ഇൻഫിനിറ്റി മാറി ഇവിടെ എന്താവും? എ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുക റൂട്ട് ഓഫ് 2/π 0 ടു എ കെ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. നമ്മൾ കെ പുറത്തെടുത്തു, സൈൻ ഒമേഗ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ കിട്ടി. ലിമിറ്റ് 0 ടു എ. സോ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു. സോ മൈനസ് കോസ് ഒമേഗ എ ബൈ ഒമേഗ
minus cos 0 by omega. Cos omega, അപ്പോൾ cos 0 ന്റെ വാല്യൂ 1 ആണ്. സോ യു വിൽ ഗെറ്റ് k into root of 2 by pi minus 1 minus cos omega by omega. ഇത് 7 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും വളരെ ഈസിയാണ്. ഇത് 3 മാർക്കിനുള്ളതേ ഉള്ളൂ, പക്ഷെ കഴിഞ്ഞ തവണ ഇത് 7 മാർക്കിനാണ് ചോദിച്ചത്. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. സൈൻ ട്രാൻസ്ഫോം കാണും. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ യു വി മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് അല്ലേ, അപ്പൊ നമുക്ക് വരിക റൂട്ട് ഓഫ് 2 by pi 0 to infinity 0 to 1 വരും. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ ഇവിടെ ശരിക്കും -1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. പക്ഷെ നമ്മുടെ ലിമിറ്റ് 0 to infinity ആണ്. അപ്പൊ നമ്മൾ 0 to 1 എടുത്താൽ മതി. ഓക്കെ, ശരിക്കും -1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് എന്ന് പറയുന്നത് 0 to infinity ആണ് ഇക്വേഷനിൽ 0 to infinity. അപ്പൊ നമ്മൾ ഈ -1 തൊട്ട് 0 വരെയുള്ള പാർട്ട് എടുക്കണ്ട, 0 to 1 നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ യു വി യൂസ് ചെയ്യണം. എക്സിനെ യു ആയിട്ട് എടുക്കുക, കോസ് ഒമേഗ എക്സിനെ വി ആയിട്ട് എടുത്തിട്ട് നമ്മൾ യു വി ഇന്റഗ്രൽ യു വി ഡി എക്സിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇവിടെ സൈൻ ട്രാൻസ്ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് 0 to ഇൻഫിനിറ്റി തന്നെയാണ് ലിമിറ്റ് വരിക. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് വരും സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇ റൈസ് ടു എ എക്സ് സൈൻ ഡി എക്സിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താണ്. ഇ റൈസ് ടു എ എക്സ് അങ്ങനെ ഞാൻ കഴിഞ്ഞ തവണ ഫോറിയർ സീരീസ് പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ എഴുതി തന്നിട്ടുണ്ട്. ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സിന്റെ ഇക്വേഷൻ അത് യൂസ് ചെയ്തിട്ട് ചെയ്താണ്. ഓക്കെ, ഇത് ഉറപ്പായിട്ടും സൈൻ ട്രാൻസ്ഫോമും കൊസൈൻ ട്രാൻസ്ഫോമും ഉറപ്പായിട്ടും 100% ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരെ സൈൻ ട്രാൻസ്ഫോമിന്റെയും ക്വസ്റ്റ്യൻ ചോദിക്കും, കൊസൈൻ ട്രാൻസ്ഫോമിന്റെയും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ 10 മാർക്സ് നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 7 മാർക്ക് ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതും കൂടെ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വന്നിട്ടുണ്ടാവും. ഒന്ന് സോഴ്സ് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞിട്ട്, സോഴ്സ് ആൻഡ് സിങ്ക്. ഈ സോഴ്സ് ആൻഡ് സിങ്കിന്റെ നിങ്ങൾ വല്ല യൂട്യൂബ് ലെക്ചേഴ്സ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലംസ് കിട്ടും. അതിന്റെ ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞുതരാം. അതായത് ഡൈവേർജൻസ് ആണ് നമ്മൾ അവിടെ കാണേണ്ടത്. ഡൈവേർജൻസ് കാണാം. നമുക്കൊരു വെക്ടർ ഫീൽഡ് തരും, അതിന്റെ സോഴ്സും സിങ്കും ഡിറ്റർമൈൻ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോ വെക്ടർ ഫീൽഡ് തന്നിട്ട് അപ്പൊ നമ്മൾ അതിന്റെ ഡൈവേർജൻസ് കാണാം. ഡൈവേർജൻസ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന പോയിന്റ്സും ഡൈവേർജൻസ് ലെസ് ദാൻ 0 ആവുന്ന പോയിന്റ്സും കണ്ടുപിടിച്ചാൽ മതി. ഗ്രേറ്റർ 0 ആവുന്ന പോയിന്റും ലെസ് ദാൻ 0 ആവുന്ന പോയിന്റും നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ലെക്ചർ സെർച്ച് ചെയ്താൽ ഇതിന്റെ പ്രോബ്ലം ചെയ്ത് സ്ഥിരമായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ വരുന്നത് ഒരു ലൈൻ ഇന്റഗ്രൽ വരും. വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ എന്ന് പറയുന്ന ലൈൻ ഇന്റഗ്രൽ. ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് കാണിക്കാൻ പറയും. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഇത് ഇതുവരെ പ്രീവിയസ് ഇയറിൽ ഉണ്ടാവില്ല, പക്ഷെ മോഡൽ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് കാണിക്കാൻ പറയും. ഇന്റഗ്രൽ അവസ്ഥ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് കാണിക്കാൻ വേണ്ടി എഫ് വെക്ടർ കൺസർവേറ്റീവ് ആണ് കാണിച്ചാൽ മതി. എഫ് വെക്ടർ ഈസ് കൺസർവേറ്റീവ് ആണ്, ആ വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ് കാണിച്ചാൽ അത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നു, ഉദാഹരണത്തിന് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് പറഞ്ഞിട്ട് തന്നാല് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എം എന്താ എം എക്സ് സ്ക്വയർ എൻ എക്സ് വൈ സ്ക്വയർ. അപ്പൊ എമ്മും എന്നും എടുത്തിട്ട് ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ വൈ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ കൺസർവേറ്റീവ് ആവും. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ചത് തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഐഡിയ അവിടെ യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.